സ്വർണ്ണപ്പണിക്കാരനായ ഭാസ്കരൻ അയൽവാസിയായ ജ്യോത്സ്യം പറഞ്ഞ് ജീവിക്കുന്ന പണിക്കരുടെ മകളായ സ്നേഹലതയുമായി സ്നേഹത്തിലാകുന്നു. ഈ ബന്ധം സ്നേഹലതയുടെ അച്ഛനായ പണിക്കർ കണ്ടുപിടിക്കുന്നു. താനും ഭാസ്കരനുമായുള്ള കല്യാണം നടക്കണമെങ്കിൽ ഭാസ്കരൻ തനിക്ക് ഒരു 10 പവന്റെ മാല പണിതു തരാൻ സ്നേഹലത ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നു. ഈ മാല കാണുമ്പോൾ തൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഭാസ്കരൻ്റെ അടുത്ത് സ്നേഹലത പറയുന്നു. ഭാസ്കരൻ 10 പവന്റെ മാല സ്നേഹലതയ്ക്ക് പണിത് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ പണിക്കർ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നു, 10 പവന്റെ മാല ഞാൻ എൻ്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നും ഇനി ഞാൻ എൻ്റെ മകളെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കുമെന്നും. ഇതറിഞ്ഞ ഭാസ്കരൻ ആ ദേശത്തെ തൻ്റെ സുഹൃത്തായ വെളിച്ചപ്പാടുമൊത്ത് പണിക്കരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് സ്നേഹലതയെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വേണ്ടി സ്നേഹലതയെ വിളിക്കുന്നു. പക്ഷേ സ്നേഹലതയാണെങ്കിലോ കൈമലത്തുകയാണ്. എനിക്ക് ഭാസ്കരനുമായി പ്രണയമില്ല, പിന്നെ ഈ 10 പവന്റെ മാല വാങ്ങിച്ചു തന്നത് തൻ്റെ അച്ഛനാണെന്നും സ്നേഹലത പറയുന്നു. ഇതോടുകൂടി ഭാസ്കരൻ നാട്ടുകാരുടെ മുന്നിലെല്ലാം നാണം കെടുന്നു. ഒരു പെണ്ണിന് വേണ്ടി 10 പവൻ കളഞ്ഞു കുളിച്ചവൻ എന്നുള്ള പേരുദോഷം അവന് ലഭിക്കുന്നു. ഈ നാണക്കേടിൽ നിൽക്കുമ്പോൾ ഭാസ്കരൻ തൻ്റെ സുഹൃത്തായ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവസാനം എല്ലാം കലങ്ങി തെളിയുമ്പോൾ ഞാനും ഒരു തട്ടും നീ നോക്കിക്കോ എന്ന്. അങ്ങനെ സ്നേഹലതയുടെ കല്യാണം ഗൾഫുകാരനായ പവിത്രനുമൊത്ത് നടക്കുകയും കല്യാണത്തിന് ശേഷം ജോലി നഷ്ടപ്പെട്ട പവിത്രൻ സ്നേഹലതയുടെ ആ 10 പവനുമായി ഭാസ്കരന്റെ കടയിൽ വിൽക്കാനെത്തുകയാണ്, ഒരു പുതിയ ലോറി വാങ്ങിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഭാസ്കരൻ പറയുന്നത്, ഇത് സ്വർണമല്ല, ചെമ്പാണ്, ചെമ്പ്. ഇത് കേൾക്കുന്ന ഭാസ്കരന്റെ സുഹൃത്തായ വെളിച്ചപ്പാടിനും കാര്യം മനസ്സിലാകുന്നു. ഭാസ്കരൻ ഒരു തട്ടുമെന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചായിരുന്നു എന്ന്. പിന്നെ ഈ സിനിമയിൽ നടക്കുന്നത് സംഭവ ബഹുലമായ കാര്യങ്ങളാണ്. പൊന്മുട്ടയിടുന്ന താറാവെന്നാണ് ഈ സിനിമയുടെ പേര്. സിനിമ യൂട്യൂബിലുണ്ട്. മനോഹരമായ ഒരു ചിത്രമാണ്. സിനിമ കാണാൻ മറക്കരുത്. കൂടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ.